ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിൻസർ വൈബ്സ്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. എനിക്ക് ഈവനിങ് റുട്ടീൻ പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാൽ എന്തെങ്കിലും കാണിക്കണമല്ലോ പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഈവനിങ് ആയി ഇപ്പം മെയിൽ കഴിക്കുക, അപ്പോൾ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതാണ് പൗഡറൊക്കെ എടുത്തിട്ട് ഇടുന്നത്. ഷോ അതായത് ഞാൻ പൗഡറൊക്കെ എടുത്തിടുകയാണ്. അതിനിടയിൽ എൻ്റെ മുഖം നിറയെ വീക്കൊരു പൊന്തിയിട്ടുണ്ട്. ചൂടായതുകൊണ്ട് പാലക്കാടൊക്കെ 40-41 സെൽഷ്യസാണ് ഡിഗ്രി. ചൂട് അത്രയ്ക്കും ചൂടാണ്. മറ്റേ ന്യൂസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ എന്ത് ചെയ്ത് കുളിച്ചിട്ട് ലിപ് ബാം ഇടാൻ. ഇത് ബ്ലൂ വാലിൻ്റെ ഒരു ലിപ് ബാമാണ്. ഓക്കെ ഒരു ലിപ് ബാമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാം, അത്ര തന്നെ ഉള്ളൂ. സോ അതിന് ശേഷം ഞാൻ നേരെ പുറത്തേക്കല്ല, ഓപ്പൺ ടെറസിലേക്ക് പോവുകയാണ് കേട്ടോ. ഓപ്പൺ ടെറസിൽ പോകുമ്പോൾ അവിടെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യും ഞാൻ ഇടയ്ക്കിടയ്ക്ക്. കാരണം ഈ ഒരു ചൂടിൽ അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണല്ലോ ഈ സമയത്ത്. ഒന്ന് ഈവനിങ് ആകുമ്പോഴാണ് ഇത്തിരി ഒന്ന് ചൂടൊക്കെ ഇതാവുന്നത്. സോ അതിന് ശേഷം ഞാൻ മീൻ നോക്കാൻ പോയി. കണ്ടല്ലോ നിങ്ങൾ, അതാണെങ്കിൽ മൊത്തം മീനില്ല സത്യം പറഞ്ഞാൽ. അതിൽ വറ്റിപ്പോയി അമ്മൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം സ്റ്റെപ്പിലൊക്കെ ഇരിക്കുകയാണ്. സ്റ്റെപ്പിലൊക്കെ ഇരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് മേലെ പോയിട്ട് മറ്റേ ടാങ്കിലെ വെള്ളം ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരെ ഏറ്റവും മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഓപ്പൺ ടെറസിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയിട്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി. അത് ഞാൻ വീട്ടിലെടുത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ കാണുമ്പോൾ നല്ല ഭംഗിയില്ല ആകാശം കാണാൻ. ഇത് വീഡിയോയിൽ കാണുന്നില്ല, പക്ഷെ നല്ലൊരു പിങ്ക് കളറായിരുന്നു. ഇടയിൽ ഇത്ര ഒരു ഷെയ്ഡ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ അതിൽ നോക്കി കുറച്ചധികം നേരം നിന്നു. അതിന് ശേഷം ഞാൻ നേരെ താഴേക്ക് വരാനായിട്ട് അമ്മ ഈവനിങ്ങിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വായോ കഴിക്കാമെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിക്കുന്ന ആ ടൈം ആയതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ താഴേക്ക് പോയത്. അപ്പോൾ ഞാൻ വരുന്നുണ്ട് കേട്ടോ, വാതിലടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരവാണ്. അപ്പോൾ വാതിലൊക്കെ ഉള്ളിൽ കയറിച്ച് വാതിലൊക്കെ ഒന്ന് അടക്കിയാണ്. ഇനിയിപ്പോൾ നേരെ ഞാൻ താഴേക്ക് പോകണം. താഴേക്ക് പോയിട്ട് വല്ലതുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ നേരെ താഴേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഇവന്ന് കണ്ട സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ താഴേക്ക് പോവുകയാണ്. പിന്നെ അവിടെ താഴെ റെയിൻ എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ റെയിൻ ഇട്ടുണ്ടാക്കിയത് കാളാൻ പോലത്തെ എന്തോ സംഭവമായിരുന്നു. മുട്ടയൊക്കെ ചിക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അത്യാവശ്യം എരിവും കൂടി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ വെള്ളം കൂടി കുടിക്കുന്നത്. നല്ല ഫ്രിഡ്ജ് വെള്ളവും പിന്നെ ഒരു കാളാൻ പോലെ അത് തോന്നുന്നു, അവൾ പേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ റെയിനും എന്തോ കോമഡി പറയുന്നുണ്ട്. ഇവൾ ഇതെന്നെ പണി. പിന്നെ ഞാൻ അതിലിരുന്ന് സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോഴേക്ക് അത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നിക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നിക്കേഴ്സ് കഴിക്കണത് തിരക്കായി. അപ്പോൾ കുറച്ച് നേരം സ്നിക്കേഴ്സൊക്കെ കഴിക്കുകയാണ്. അപ്പുറത്ത് അച്ചും തങ്കും എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടക്കറിയാണ് കേട്ടോ പത്തിരിക്കുള്ളത്. ഞാൻ മുട്ട എടുത്തില്ല, എനിക്ക് വേവിച്ച മുട്ട അത്ര ഇഷ്ടമല്ല കറിയിലിടുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗ്രേവി മാത്രമേ എടുത്തുള്ളൂ. പിന്നെ അത് കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് റെയിനു വന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ശരി എടുത്തതാന്നൊക്കെ പറയുമായിരുന്നു. അവൾ പിന്നെ 2 ആംഗിളിൽ നിന്ന് മറ്റേ വീഡിയോ ഒക്കെ എടുത്തു ഞാൻ കഴിക്കണത്. അവൾ കഴിച്ച് കഴിഞ്ഞു മുമ്പേ ഞാൻ വരുമ്പോഴത്തേക്കിനും കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്നു. അപ്പോൾ അവൾ എന്തോ പറയുമ്പോൾ ഞാൻ അതിനടിയിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവൾ മുന്തിരിയൊക്കെ എടുത്ത് ഇപ്പോൾ ക്യാമറയ്ക്ക് കാണിച്ചു തരും, നോക്കിക്കോട്ടോ. ക്യാമറയ്ക്ക് മുന്തിരിയൊക്കെ എടുത്ത് കാണിക്കുകയാണ് അവൾ. അത് കണ്ടില്ല. അതിന് ശേഷം എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് എണീച്ച് പോയി. അപ്പോൾ അമ്മ അടുക്കളയിൽ പാത്രം കഴുകായിരുന്നേ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കുകയാണ്, ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, അതിനൊക്കെ ശേഷം മെയ്സ് ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പോയി കിടക്കട്ടെ. അപ്പോൾ ഓക്കെ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.